ഭക്തജനങ്ങൾ ആറ്റുകാൽ പൊങ്കാല അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 10:30 പണ്ടാര അടുപ്പിൽ തീ തെളിയിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ അശ്വതി ചേരുന്നുണ്ട് നമുക്കൊപ്പം. അശ്വതി, ഇപ്പോൾ പണ്ടാര അടുപ്പിൽ തീ തെളിയിച്ചതോടെ ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുകയാണ്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇപ്പോൾ വിവിധ പ്രദേശങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇവിടെ ഭണ്ഡാര അടുപ്പുകളിൽ തിരി തെളിയിച്ച് പൊങ്കാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പൊങ്കാല സമർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മണ്ണാർക്കാട് മാർക്കറ്റിലാണ്. ഈ മാർക്കറ്റൊക്കെ തന്നെ പൊങ്കാല കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ്. ഇവിടെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണുള്ളത്. ഒരുപാട് ആളുകൾ ഇവിടെ പൊങ്കാല സമർപ്പണത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഇവിടെ അടുപ്പുകളിൽ പൊങ്കാല നിറയുകയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അമ്മേ, 17 വർഷത്തെ പൊങ്കാല ഇടുന്നു. ഇതുവരെ ഓരോ കാര്യങ്ങളും അമ്മ സാധിച്ചു തന്നിട്ടുണ്ട്. എന്റെ 2 മക്കൾക്കും ജോലിയായി. ഇനി എനിക്കൊരു സങ്കടമുണ്ട്, അത് അമ്മ കേട്ട് തരണം. അന്നേരം വരുന്ന വർഷം മോളോട് ഞാനത് പറയും. നല്ല വിശ്വാസമാണ്, എല്ലാം നല്ല വിശ്വാസം. ഇത്തരത്തിലാണ് ഭക്തജനങ്ങളുടെയൊക്കെ പ്രതികരണം. ഒരുപാട് അകലെ നിന്നുള്ള ആളുകൾ പോലും ഇവിടെ പൊങ്കാല സമർപ്പണത്തിനായിട്ട് എത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ആഘോഷം. ഇപ്പോൾ പൊങ്കാല, അതായത് പായസങ്ങളൊക്കെ തന്നെ പാകമായി വരുന്ന ഒരു സമയമാണിപ്പോൾ. നേരത്തെ ഇപ്പോൾ 10:30 തുടങ്ങിയ പരിപാടി പൊങ്കാല സമർപ്പണം ഇപ്പോൾ ഒരു മണിക്കൂർ ഏകദേശം പിന്നിട്ടിരിക്കുകയാണ്. അതോടുകൂടി ഈ പൊങ്കാല അടുപ്പുകളിൽ ഒക്കെ തന്നെ വിഭവങ്ങൾ റെഡിയായി കഴിഞ്ഞു. എന്നാൽ 2:30 നിവേദ്യ സമർപ്പണം ഉണ്ടാകുന്നത്. നിവേദ്യം സമർപ്പിച്ചതിന് ശേഷമായിരിക്കും ഇവർക്കൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള അങ്ങനെയാണ് അതിൻ്റെ രീതി. ഇന്ന് അതോടൊപ്പം തന്നെ വൈകുന്നേരം ദീപാരാധനയും അതുപോലെ തന്നെ രാത്രി 7:45 കുത്തിയോട്ടം, ചൂരൽകുത്ത്, പുറത്തെഴുന്നള്ളിപ്പ് തുടങ്ങിയ ചടങ്ങുകളൊക്കെ തന്നെയുണ്ട്. ഇന്ന് വളരെ വിപുലമായ രീതിയിൽ ഇവിടെ ഈ മാർക്കറ്റ് മൊത്തമായിട്ട് പൊങ്കാല സമർപ്പണത്തിനുള്ള കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ഉള്ള ആളുകൾ എല്ലാവരും തന്നെ പൊങ്കാല ഉണ്ടാക്കിയതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. എല്ലാവരുടെയും പാത്രങ്ങളിൽ ഇപ്പോൾ പൊങ്കാല ഉണ്ടാക്കി കഴിഞ്ഞു. വിവിധ വിഭവങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. 12 വിഭവങ്ങളാണ് ഉണ്ടാക്കുക സാധാരണഗതിയിൽ. അത്തരത്തിലുള്ള വിഭവങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ പാകമായി കഴിഞ്ഞു. തെരളി മണ്ടപുറ്റ് പായസം, അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയുള്ളത്. 12 തരത്തിലുള്ള വിഭവങ്ങളാണ് പൊങ്കാല സമർപ്പണത്തിനായി ഭക്തജനങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാക്കാറുള്ളത്. അതിൽ പ്രായഭേദമന്യേ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. എവിടുന്ന വരുന്നത്? ഒരുപാട് നാളായോ പൊങ്കാല? എന്താ ഉണ്ടാക്കിയേക്കുന്നത്? പൊങ്കാലയും പുറ്റും തെരളിയും. ഓക്കെ, ഇത് സാധാരണ ഈ തലയ്ക്കുള്ള അസുഖങ്ങൾ, തലവേദന, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ? അങ്ങനെ തന്നെ. ഈ ഓരോ വിഭവങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതകളോടൊക്കെ കൂടിയാണ് അവരുടെ ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയൊക്കെയാണ് പൊങ്കാല സമർപ്പണം നടക്കാറുള്ളത്. സാധാരണഗതിയിൽ ഈ പൊങ്കാല തിളച്ച് പൊങ്ങുന്നതിനും അതിൻ്റെതായ രീതികളൊക്കെ ഉണ്ട്. അതായത് കിഴക്കോട്ട് തിളച്ച് വീണിട്ടുണ്ടെങ്കിൽ, കിഴക്കേ ഭാഗത്തേക്ക് തിളച്ച് വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ ആഗ്രഹങ്ങൾ എത്രയും വേഗം സാധിക്കുമെന്നാണ്. അങ്ങനെയാണ് അവരുടെ സങ്കല്പം. പടിഞ്ഞാറോട്ടാണ് തിളച്ച് വീഴുന്നതെങ്കിൽ, പൊങ്കാല തിളച്ച് വീഴുന്നതെങ്കിൽ അത് ആഗ്രഹ സാധ്യത്തിന് ഒരുപാട് വൈകും. ഇനി വടക്കോട്ടാണെങ്കിൽ കുഴപ്പമില്ല. ചില കാര്യങ്ങളൊക്കെ തന്നെ, ചില ക്രിയകളൊക്കെ തന്നെ, പരിഹാര ക്രിയകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആഗ്രഹം സാധിക്കും തുടങ്ങിയ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പുറകിലുള്ള വിശ്വാസം. ഈ പൊങ്കാല തിളച്ച് തൂവുന്നതിന്റെ പുറകിലും ഒരുപാട് കൂടുതൽ പൊങ്കാല വിശേഷങ്ങളിലേക്ക് അശ്വതിയിലേക്ക് മടങ്ങി